ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആ ഫൺസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് പാലക്കാട് വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എടുത്തൊരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടോക്കുക. ഇഷ്ടമാക്കിയാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ആർക്കെങ്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളി. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറുതായിട്ടൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയൊരു യാത്രയിലാണ് കേട്ടോ. നമുക്ക് കുറച്ച് സ്ഥലങ്ങൾക്ക് പോകാനുണ്ടായിരുന്നു, അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരിനെയൊക്കെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് പാലക്കാട് വന്നതാണ്. ഇപ്പോൾ നമുക്ക് ഏകദേശം സമയം ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. നമ്മളൊരു ചെറിയൊരു ഓലപ്പുര പോലത്തെ ഒരു ഹോട്ടലിലേക്കാണ് കേട്ടോ പോയത്. പക്ഷേ സംഭവം അടിപൊളിയൊക്കെ ആയിരുന്നു. ഒരു ഓലപ്പുരയൊക്കെ ആയിരുന്നു കേട്ടോ. നമുക്ക് ഇക്ക പിന്നെ സാദാ ചോറായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡായിട്ടുള്ള കറികളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. കറിയൊക്കെ കഴിക്കുമ്പോൾ കുഴപ്പമില്ല, നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു ഇതെൻ്റെ ഇപ്പോൾ വീടിൻ്റെ അടുത്താണ് കേട്ടോ ഈ ഒരു കട. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ വന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല റൈസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സംഭവമാണ് പ്രശ്നമാക്കിയത്. ഭയങ്കര സ്പൈസി ആയിട്ടുള്ള മീൻ കറി ആയിരുന്നു കേട്ടോ. നല്ല സ്പൈസി എന്ന് വെച്ചാൽ നമുക്ക് അത് അത്ര സ്പൈസി നമ്മൾ ഉപയോഗിക്കാത്ത ആൾക്കാരാണ്. അപ്പോൾ ഭയങ്കര എരിവായിരുന്നു. നമുക്കറിയില്ല എത്ര എരിവുള്ള കാര്യം. അങ്ങനെ ആദ്യം കഴിച്ച് നോക്കിയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കൂട്ടി കഴിച്ചപ്പോൾ ഭയങ്കര എരിവായിരുന്നു കേട്ടോ. ലാസ്റ്റ് നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വരാൻ തുടങ്ങി, അമ്മാതിരി എരിവായിരുന്നു. പക്ഷെ ഞങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾക്കാർ ഇത് നല്ലോണം ഒഴിച്ചൊഴിച്ച് കഴിക്കുകയായിരുന്നു കേട്ടോ. അവർക്ക് അതൊരു എരിവായിട്ട് തോന്നിയില്ല. ഓരോരുത്തർക്ക് എരിവ് ഇഷ്ടമാണ്, ചിലർക്ക് എരിവ് ഇഷ്ടമല്ല. ഇങ്ങനെ ഇപ്പം തന്നെ നമുക്ക് എരിവ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞത്, ദം ബിരിയാണി എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇത് നമ്മുടെ റാവുത്തർ സ്റ്റൈൽ ബിരിയാണിയാണ്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ബീഫ് കറിയിൽ റൈസ് ഇട്ട് തന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളത് എടുക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറയുകയൊന്നും ചെയ്തില്ല. പിന്നെ നല്ല എരിവുണ്ടായിരുന്നു. ബിരിയാണിയും നല്ല എരിവെന്ന് വെച്ചാൽ നല്ല എരിവായിരുന്നു കേട്ടോ. ബീഫൊക്കെ ഭയങ്കര എരിവായിരുന്നു. നമ്മൾ ഫുള്ളായിട്ടൊന്നും കഴിച്ചില്ല, കുറച്ചാണ് കഴിച്ചിട്ടുള്ളൂ. പിന്നെ ഇതാ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് റേറ്റ് ആണെങ്കിൽ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഓലപ്പര എന്നൊക്കെയാണ് ഇതെന്ന് വെച്ചാലും നല്ല റേറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ നല്ലൊരു ഹോട്ടലിൽ കൊടുക്കേണ്ട അതേ റേറ്റ് നമുക്ക് ഇവിടെ ഫുഡിനായിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമുക്ക് തോട്ടത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു വാപ്സിൻ്റെ. അപ്പോൾ അങ്ങനെ ഇക്കാക്ക റോട്ടിൽ നിന്ന് കയറി, അങ്ങനെ അവനെയും കൂട്ടിയിട്ട് നമ്മൾ തോട്ടത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് മാങ്ങ സീസൺ ആയതുകൊണ്ട് വാപ്സി മാങ്ങ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് മാങ്ങയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി എടുത്തിട്ട് നേരെ വാപ്സിനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അങ്ങനെ നമ്മൾ വേറൊരു സ്ഥലത്തേക്കും കൂടി പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് മൂത്തുമ്മ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മൂത്തുമ്മ ഞങ്ങളും കൂടിയാണ് കേട്ടോ പോയത്. അപ്പോൾ അങ്ങനെ പോണ വഴിക്ക് കരിമ്പ് ജ്യൂസ് കണ്ടപ്പോൾ അങ്ങനെ അവിടെ നിർത്തി ഓരോ കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ വീണ്ടും പോയി.
പോണതെന്ന് വെച്ചാൽ നമ്മൾ ചെറുതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡ്രസ്സിൻ്റെ തന്നെയാണ് സംഭവം. നമ്മൾ ഫാഷൻ ഡിസൈനിങ് തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ അതാണ് കൊണ്ട് എനിക്ക് ഡ്രസ്സിൻ്റെ ആ ഒരു ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ചെറുതായിട്ടൊരു ഹോൾസെയിലായിട്ടും അതുപോലെ തന്നെ റീറ്റെയിലായിട്ടും നമ്മൾ കുറച്ച് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ സെയിൽ ചെയ്യാമെന്ന് കരുതിയിട്ടായിരുന്നു നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു ബിസിനസ് പോലെ കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് ക്ലോത്ത് മെറ്റീരിയൽസൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു തിരക്കും കാര്യങ്ങളാണ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ പട്ടുപാവാടയുടെ ബ്ലൗസ് മെറ്റീരിയൽസാണ് കേട്ടോ. പിന്നെ ഇത് ടോപ്പിൻ്റെയൊക്കെ അങ്ങനെ കുറച്ചധികം തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അവിടെ കാണിക്കുന്നത്. നമ്മളിപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയലും അതുപോലെ തന്നെ അജ്രക്ക് അതുപോലെ പട്ടുപാവാടയുടെ സംഭവങ്ങളും അങ്ങനെ കുറച്ച് ടോപ്പ് തയ്ക്കാനുള്ള വേറെ മെറ്റീരിയൽസും കൂടിയാണ് പർച്ചേസ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബൾക്കായിട്ടൊന്നും നമ്മൾ പർച്ചേസ് ചെയ്തിട്ടില്ല. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ടോപ്സൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ വീഡിയോ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നമ്പറും കൂടി കൊടുക്കാം. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിലൊക്കെ ജസ്റ്റ് അതിലൊന്ന് DM ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളി. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ ഫ്രണ്ട്സിനും താങ്ക്സ്.